പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എങ്ങനെയാണ് ഈ വീഡിയോ തുടങ്ങേണ്ടത് എന്ന് എനിക്കറിയില്ല. കാരണം അത്രയ്ക്ക് ഈ പറഞ്ഞതുപോലെ മലീമസമായ ഒരു പ്രതിപാദ്യ വിഷയമാണ് ഈ വീഡിയോയ്ക്കുള്ളത് എന്നുള്ളത് കൊണ്ടാണ് ഇതെങ്ങനെ തുടങ്ങണം എന്നെനിക്കറിയില്ല എന്ന് ഞാൻ പറഞ്ഞത്. എനിക്ക് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത്, വളരെയേറെ ചീഞ്ഞളിഞ്ഞ മലീമസമായ ദുർഗന്ധം വമിക്കുന്ന ഒരു ഉരുപ്പടിയെക്കുറിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് എന്നുള്ളതാണ്. ആ ഉരുപ്പടി ഈ പറഞ്ഞതുപോലെ കേരള രാഷ്ട്രീയത്തെ മാലിന്യമാണെന്നും അത് ആ മാലിന്യം എടുത്ത് വലിച്ചു ദൂരെ എറിയേണ്ടതാണെന്നും ഒരു 2 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ വീണ്ടും ആ വീഡിയോ അത് തുടർച്ചയായി ചെയ്യാൻ ഞാൻ നിർബന്ധിതനാകപ്പെടുകയാണ് സുഹൃത്തുക്കളെ. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ ഞാൻ വീണ്ടും ഒരു വീഡിയോ ചെയ്യാൻ നിർബന്ധിതനാവുകയാണ്. കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും ചീഞ്ഞളിഞ്ഞ് ദുർഗന്ധം വമിക്കുന്ന മലീമസമായിട്ടുള്ള ഒരു ഉരുപ്പടിയെക്കുറിച്ചിട്ടാണ് ഈ വീഡിയോ. ആ ഉരുപ്പടി കേരളത്തിലെ പിണറായി മന്ത്രിസഭയിലെ ഒരു മന്ത്രിയാണെന്ന് കൂടി പറയുമ്പോൾ എത്ര ദാരുണമാണ് അവസ്ഥ എന്ന് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ആ ഉരുപ്പടിയുടെ പേരാണ് ശ്രീമാൻ KB ഗണേഷ് കുമാർ. KB ഗണേഷ് കുമാർ ആരാണെന്ന് നമുക്കറിയാം. ശ്രീ R ബാലകൃഷ്ണപിള്ളയുടെ മകൻ, എത്രയോ തവണ വൈദ്യുതി മന്ത്രിയായിരുന്ന, എത്രയോ തവണ കൊട്ടാരക്കരയിൽ നിന്ന് ജയിച്ച R ബാലകൃഷ്ണപിള്ള കേരളത്തിൽ അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടന്ന ഏക രാഷ്ട്രീയ നേതാവാണ് R ബാലകൃഷ്ണപിള്ള. അതും കൂടി നമ്മൾ അടയാളപ്പെടുത്തണം. അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ട് സുപ്രീം കോടതിയുടെ വിധിന്യായത്തെ തുടർന്ന് ജയിലിൽ കിടന്ന, എത്ര ദിവസങ്ങളെങ്കിലും ആയിക്കോട്ടെ, ജയിലിൽ കിടന്ന ഏക രാഷ്ട്രീയ നേതാവ് R ബാലകൃഷ്ണപിള്ള. ആ R ബാലകൃഷ്ണപിള്ളയുടെ മകൻ KB ഗണേഷ് കുമാറിനെ കുറിച്ചിട്ടാണ് ഞാൻ മലീമസമായിട്ടുള്ള ഈ പറഞ്ഞ പോലെ ചീഞ്ഞളിഞ്ഞ ഉരുപ്പടി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അയാളെക്കുറിച്ചിട്ട് നമ്മൾ ഇതിനു മുമ്പ് പലതവണ ചർച്ച ചെയ്തിട്ടുണ്ട്. എനിക്ക് വലിയ തോതിൽ ഈ പറഞ്ഞ പോലെ മലീമസമാണെങ്കിൽ പോലും അത് ചർച്ച ചെയ്യാതെ വയ്യ. അയാളുടെ ഭാര്യയോട് ചെയ്ത ക്രൂരത, അവരെ കൈയൊടിച്ചിട്ട് ആ ഒടിഞ്ഞ കൈയുമായി അവർ പത്രസമ്മേളനം നടത്തിയത് നമ്മൾക്ക് മറക്കാൻ കഴിയുമോ സുഹൃത്തുക്കളെ? അയാളുടെ പരസ്ത്രീ ബന്ധങ്ങൾ, അതുമായി ബന്ധപ്പെട്ട നാറുന്ന കഥകൾ, സിനിമാഭിനയത്തിനിടയിൽ അയാൾ നടത്തുന്ന ലൈംഗിക വൈകൃതവുമായി ആയി ബന്ധപ്പെട്ടിട്ടുള്ള എത്രയോ നാറുന്ന കഥകൾ, അതൊന്നും പറയാൻ എനിക്ക് കഴിയില്ല. എൻ്റെ ഒരു സംസ്കാരം എന്നെ അതിന് അനുവദിക്കുന്നില്ല. അയാളുടെ ഭാര്യയെ മർദ്ദിച്ച് അവരുടെ കൈയൊടിച്ച് ആ ഒടിഞ്ഞ കൈയുമായി അവർ നടത്തിയ പത്രസമ്മേളനം, അത് കഴിഞ്ഞ് ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ അയാൾ കേസ് കൊണ്ട് കൊടുക്കുന്നത് എന്താണെന്നറിയോ? അയാളുടെ ഭാര്യ അയാളെ അടിച്ച് മർദ്ദിച്ച് അയാളുടെ മുഖമെല്ലാം പരിക്ക് പറ്റിയെന്നും പറഞ്ഞിട്ട് അയാളുടെ പരിക്ക് പറ്റിയ മുഖത്തിൻ്റെ ഒരു ഫോട്ടോ എനിക്ക് കണ്ട ഓർമ്മയുണ്ട്. പിന്നീട് എന്താ തെളിഞ്ഞെന്നറിയാവോ? സ്വന്തമായി അടിച്ച് മുഖത്ത് പരിക്ക് പറ്റിക്കുകയായിരുന്നു ഈ ഉരുപ്പടി. എന്ന് ആലോചിച്ച് നോക്ക്. അയാൾ മന്ത്രിയായിട്ടിരിക്കുകയാണ് ഇവിടെ. സ്വന്തമായിട്ട് മുഖത്തടിച്ച് പരിക്ക് പറ്റിച്ചിട്ട് അത് ഭാര്യ മർദ്ദിച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുത്ത അയാളാണ് ഇയാൾ. സോളാർ പരാതിക്കാരിയുമായിട്ട് അയാളുടെ ബന്ധം, സോളാർ പരാതിക്കാരിൽ അയാൾക്ക് കുട്ടിയുണ്ട് എന്നുള്ള നിലയിൽ ഉള്ള CBIയുടെ റിപ്പോർട്ടിലെ പരാമർശം, സോളാർ പരാതിക്കാരി പലതവണ തന്നെ കാണാൻ വന്നു, ഗർഭിണിയായി കഴിഞ്ഞപ്പോൾ ഗർഭം അലസരുത് എന്ന് ഇയാളുടെ അമ്മ പറഞ്ഞു എന്ന് സോളാർ അന്വേഷണ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പലതവണ അയാളുടെ വീട്ടിൽ ഈ സോളാർ പരാതിക്കാരി സ്വകാര്യ സന്ദർശനം നടത്തി എന്നുള്ള നിലയിലുള്ള പരാമർശങ്ങൾ നമ്മൾ കേട്ടു. അതിനുശേഷം നമ്മൾ കുറേ കഴിഞ്ഞപ്പോൾ കേട്ടതെന്താ? നടി ശ്രീവിദ്യ അവരുമായിട്ട് അടുത്തുകൂടി അവരുടെ സ്വത്ത് മുഴുവൻ കൈയടക്കി എന്നുള്ള നിലയിലുള്ള ആരോപണങ്ങൾ നമ്മൾ കേട്ടതല്ലേ. ശ്രീവിദ്യ ആരായിരുന്നു എന്ന്, എത്ര വലിയ നടിയായിരുന്നു നമുക്കറിയാം. അവരുടെ അവസാന കാലത്ത് അവർക്കെന്തോ അർബുദ രോഗബാധ ഉണ്ടായിരുന്ന സമയത്ത് അവരുമായി ചേർന്നുകൊണ്ട് അവരുടെ പണം മുഴുവൻ അടിച്ചെടുത്തു എന്നുള്ള വാർത്ത നമ്മൾ കേട്ടു. അതുപോലെ തന്നെ ഇയാളുടെ ബന്ധുക്കളുമായിട്ടുള്ള സ്വത്ത് തർക്കം, കാരണം R ബാലകൃഷ്ണപിള്ള അനധികൃതമായിട്ടൊക്കെ ഒരുപാട് സ്വത്തുകൾ സമ്പാദിച്ചിട്ടുണ്ടെന്നുള്ള ആരോപണമുണ്ടല്ലോ. ആ സ്വത്ത് വീതിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വന്തം സഹോദരിയുടെ ഒക്കെ തന്നെ സ്വത്ത് കൈയടക്കാൻ വേണ്ടിയിട്ട് അയാൾ നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ. അപ്പം കമന്ന് വീണാൽ കാൽപ്പണം എന്ന് ആണ് ഈ ഉരുപ്പടിയുടെ അയാളുടെ ഒരു ആപ്തവാക്യം. അതാണ് കമന്ന് വീണാൽ കാൽപ്പണം. സുഹൃത്തുക്കളെ, ഇപ്പം ഞാൻ പുതിയതായിട്ട് ഇയാളെക്കുറിച്ച് പറയാനായിട്ട് കാരണം എന്താണെന്നറിയാമോ? കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ജക്കാർത്തയിൽ മരിച്ച ഒരു പത്തനാപുരംകാരൻ, ആ പത്തനാപുരംകാരനുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നൊരു വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ ഈ ചീഞ്ഞളിഞ്ഞ ഉരുപ്പടിയെക്കുറിച്ചിട്ട് വീണ്ടും ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സുഹൃത്തുക്കളെ, പത്തനാപുരത്ത് കമുകംചേരി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. കമുകംചേരി. ആ കമുകംചേരിയിൽ
ഗോപിനാഥൻ പിള്ളയെന്നും വസന്തകുമാരി അമ്മയെന്നും പിന്നെ പേരിലുള്ള ഒരു 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 ഭാര്യ ഭർത്താക്കന്മാരുണ്ട്. ഗോപിനാഥൻ പിള്ളയാണ് അച്ഛൻ, അമ്മ വസന്തകുമാരി അമ്മ. അവരുടെ മകൻ്റെ പേര് NG ബിജു എന്നാണ്. NG ബിജു. ആ NG ബിജു ദീർഘകാലം മുമ്പ് കേരളം വിട്ടു. അയാൾ ഇന്തോനേഷ്യയിൽ പോയി. അവിടെ അയാൾ വലിയ ഉദ്യോഗസ്ഥനൊക്കെ ആയി മാറി. അയാൾ ഇന്തോനേഷ്യ ജക്കാർത്ത NG ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്ന് പറഞ്ഞൊരു കമ്പനി തുടങ്ങി. അതായത് NG ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ജക്കാർത്ത, ഇന്തോനേഷ്യയുടെ തലസ്ഥാനമായിട്ടുള്ള ജക്കാർത്തയിൽ അയാൾ ഒരു വലിയ കമ്പനി തുടങ്ങി. ഒരു ശതകോടീശ്വരനായി അയാൾ മാറി. അയാൾ ഈ ഗോപിനാഥൻ പിള്ള വസന്തകുമാരി അമ്മയുടെ പിന്നെ മകനാണ് ഈ ബിജു NG. ഈ ബിജു NG 49ാമത്തെ വയസ്സിൽ അയാൾ അന്തരിച്ചപ്പോൾ മനോരമയിൽ വന്നൊരു വാർത്ത, അത് ഞാൻ പിന്നെ നിങ്ങൾക്കിപ്പോൾ കാണാം. മനോരമയിൽ വന്ന വാർത്തയിൽ പറയുന്നു, മാന്യരെ, ഞങ്ങളുടെ മകൻ ബിജു NG പെട്ടെന്നുണ്ടായ അസുഖങ്ങളാൽ ഇന്തോനേഷ്യയിൽ വെച്ച് അന്തരിച്ച വിവരം വ്യസനസമേതം അറിയിക്കുന്നു. ഞായറാഴ്ച പുലർച്ചെ 2-ന് വിമാനമാർഗം തിരുവനന്തപുരത്തെത്തിക്കുന്ന ഭൗതിക ശരീരം ബഹുമാനപ്പെട്ട സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറും ബന്ധുമിത്രാദികളും ചേർന്ന് ഏറ്റുവാങ്ങി കമുകംചേരിയിലെ വീട്ടിലെത്തിക്കും. പൊതുദർശനത്തിനും ചടങ്ങുകൾക്കും ശേഷം ഉച്ചയ്ക്ക് 2:30 മണിക്ക് വീട്ടുവളപ്പിൽ സംസ്കാരം നടത്തും. ഇത് മനോരമയിൽ വന്ന വാർത്തയാണ്, അതപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അതിൽ പറയുന്നുണ്ട്, അച്ഛൻ ഗോപിനാഥ പിള്ള, അമ്മ വസന്തകുമാരി അമ്മ, ഈ ബിജുവിൻ്റെ ഭാര്യ എനി ബിജു, അതായത് ബിജു ഏക മകനായിരുന്നു അയാളുടെ ഭാര്യ എനി ബിജു. അവർക്കൊരു മകനുണ്ട്, മകൻ്റെ പേര് അഡിൻഡ പിള്ള. ഈ NG ബിജുവിനും എനി ബിജുവിനും ഒരു മകനുണ്ട്, അഡിൻഡ പിള്ള. അപ്പോൾ ഏക മകനല്ല, അയാൾക്ക് സഹോദരങ്ങളുണ്ട്. അതിലൊരു സഹോദരൻ്റെ പേര് ബിനു NG, രണ്ടാമത്തെ സഹോദരൻ്റെ പേര് ബിജി NG. അപ്പം ഈ ഗോപിനാഥ പിള്ള വസന്തകുമാരി അമ്മയ്ക്ക് 3 മക്കളാണുള്ളത്. അതിൽ മൂത്തയാളാണ് ബിജു NG. അവർക്ക് കീഴെ ബിനു NG, ബിജി NG എന്ന് പറഞ്ഞ് 2 സഹോദരന്മാരുണ്ട്. സഹോദരന്മാരല്ല, സഹോദരിമാരാണെന്നാണ് അല്ല, ഒരു സഹോദരനും ഒരു സഹോദരിയുമാണ്. സഹോദരിയുടെ ഭർത്താവിൻ്റെ പേര് സുരേഷ് കുമാർ, സഹോദര ഭാര്യയുടെ പേര് പാർവതി. അപ്പോൾ ഒരു മകനും ഒരു മകളുമാണ് ഉള്ളത്. അതിലൊരാളുടെ അപ്പം അച്ഛൻ, അമ്മ, പിന്നെ 3 മക്കൾ, 2 ആമക്കളും ഒരു പെൺമകളും, പിന്നെ അവരുടെ മക്കൾ. ഇതാണ് അവരുടെ കുടുംബം. ഒന്നുകൂടെ ഞാൻ പറയാം. അച്ഛൻ, അമ്മ, 3 മക്കൾ, 2 ആൺമക്കൾ, ഒരു പെൺമകൾ, അവരുടെ 2 പേരുടെയും ഭാര്യയും ഭർത്താവും അടങ്ങുന്നതാണ് കുടുംബം. അപ്പം അത് മലയാള മനോരമയുടെ വാർത്തയിൽ വളരെ കൃത്യമാണ്. എന്നാൽ ഇതിനൊരു ട്വിസ്റ്റ് വരുന്നത് എവിടെയാണെന്നറിയാമോ സുഹൃത്തുക്കളെ? ഈ വാർത്ത വരുന്നത് വരെ ദുരൂഹതയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ മരിച്ച NG ബിജുവിൻ്റെ മരിച്ച ഒരാഴ്ചക്കുള്ളിൽ ഓഗസ്റ്റ് 22-ാം തീയതി അയാളുടെ സഞ്ചയനത്തിനുള്ള ഒരു ചരമക്കുറിപ്പ് പുറത്തു വന്നു. ആ ചരമക്കുറിപ്പ് പുറത്തു വന്നപ്പോഴാണ് ഇതിനകത്തുള്ള വലിയൊരു ദുരൂഹത ആളുകളുടെ മുന്നിൽ ശ്രദ്ധയിൽപ്പെട്ടത്. ഞങ്ങളുടെ മകൻ ബിജു NG അസുഖം മൂലം മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സഞ്ചയനം 2024 ഓഗസ്റ്റ് 22-നാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കുറിപ്പാടിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അതിൽ മക്കളുടെയും മരുമക്കളുടെയും പിന്നെ ചെറുമക്കളുടെയും പേര് കൊടുത്തിട്ടുണ്ട്. ആ ചരമക്കുറിപ്പിൽ ഈ ഗോപിനാഥ പിള്ള വസന്തകുമാരി അമ്മയ്ക്ക് ഒരു മകൾ കൂടി. കാരണം അയാളുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ വാർത്ത മനോരമയിൽ വന്നതിൽ ബിനു NGയും ബിജി NGയും, ഒരാൺമകനും ഒരു പെൺമകനും, 2 പേരാണ് മക്കളായിട്ടുണ്ടായിരുന്നത്. എന്നാൽ ചരമക്കുറിപ്പ് വന്നപ്പോൾ അതിലൊരു മകൾ കൂടി വന്നു. ഒരു മകൾ കൂടി. ആ മകളുടെ പേരാണ് ബിന്ദു ഗണേഷ് കുമാർ. മരുമക്കളുടെ കൂട്ടത്തിൽ ഒരു സഹോദരി ഭർത്താവും ഒരു സഹോദര ഭാര്യയുമാണല്ലോ ഉണ്ടായിരുന്നത്. സഹോദരി ഭർത്താവിൻ്റെ പേര് സുരേഷ് കുമാർ ജി എന്നും സഹോദര ഭാര്യയുടെ പേര് പാർവതി ബിനു എന്നുമായിരുന്നു. അവരായിരുന്നു 2 മരുമക്കൾ ഉണ്ടായിരുന്നതെങ്കിൽ ഈ ചരമക്കുറിപ്പിൽ ഒരു മരുമകൻ കൂടി വന്നു. ആ മരുമകൻ കേരളത്തിലെ മന്ത്രിയാണ്. അയാളുടെ പേര് KB ഗണേഷ് കുമാർ.
അപ്പോൾ ഈ ബിജു എൻ ജി മരിച്ച അയാളെ കൊണ്ടിരുന്ന വാർത്തയിൽ ഈ ഗോപിനാഥപിള്ള വസന്തകുമാരി അമ്മയ്ക്ക് ഒരു ആൺമകനും ഒരു പെൺമകളുമാണ് ഉണ്ടായിരുന്നത്. ഈ മരിച്ചുപോയ ബിജു ഒഴിച്ച് ഒരു ആൺമകനും ഒരു പെൺമകളും. ആൺമകന് ഭാര്യയും പെൺമകൾക്ക് ഭർത്താവും. ആ 4 അംഗ കുടുംബത്തിൽ ചരമക്കുറിപ്പ് സഞ്ചയനത്തിൻ്റെ കുറിപ്പ് വന്നപ്പോൾ അതിലൊരു മകളും കൂടി വന്നു, ഒരു മരുമകനും കൂടി വന്നു. മകൾ ആരാണ്? ബിന്ദു ഗണേഷ് കുമാർ. മരുമകൻ ആരാണ്? KB ഗണേഷ് കുമാർ. അതോടുകൂടി ആളിന് മുഴുവൻ ചെട്ടിപ്പോയി ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത്. കാരണം ഗണേഷ് കുമാറിൻ്റെ ഭാര്യ ബിന്ദു ഗണേഷ് കുമാർ എന്ന് പറയുന്നത് പാലക്കാടുകാരിയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് വളരെ ദുരൂഹമാണെന്നുള്ള നിലയിൽ ചർച്ച വന്നു. പിന്നീട് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നെന്താ, ഈ ജക്കാർത്തയിലുള്ള NG ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ ഉടമയായിട്ടുള്ള ഈ ബിജു NG വലിയൊരു ശതകോടീശ്വരനാണെന്നും ഈ ശതകോടീശ്വരൻ്റെ സ്വത്തടിച്ചു മാറ്റുക എന്നുള്ള ഒരു ദുരൂഹ ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് തൻ്റെ ഭാര്യ ബിന്ദു ഗണേഷ് കുമാറിനെ മകളായിട്ടും തൻ്റെ മരുമകനായിട്ടും ഇതിനകത്തേക്ക് കൊണ്ടുവന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം നേരത്തെ അവർക്ക് ഇങ്ങനൊരു മകളുമില്ല, ഇങ്ങനൊരു മരുമകനുമില്ല. NG ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ ഉടമയാണ് അയാളൊരു ശതകോടീശ്വരനാണ് ഇന്തോനേഷ്യയിലെ. അയാളുടെ കുടുംബമായി ഗണേഷ് കുമാറിനൊരു ബന്ധമുള്ളതായിട്ട് ആർക്കും പത്തനാപുരത്ത് കവുങ്ങഞ്ചേരിയിലൊന്നും ആർക്കും അറിയില്ലായിരുന്നു. മരണവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയിൽ മകളുമില്ല മരുമകനുമില്ല. പക്ഷേ സഞ്ചയനത്തിൻ്റെ ചരമക്കുറിപ്പാകുമ്പോഴത്തേക്കും ഒരു മകളും കൂടി വരുന്നു, ഒരു മരുമകനും കൂടി വരുന്നു. അപ്പോൾ ഇത് ക്ലിയർ അല്ലേ സുഹൃത്തുക്കളെ? ഇത് ഈ NG ബിജു എന്ന് പറയുന്ന ആളുടെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തടിച്ചു മാറ്റാൻ ഈ ഗണേഷ് കുമാർ എന്ന് പറഞ്ഞ ഈ ചീഞ്ഞളിഞ്ഞ ഈ മലീമസമായിട്ടുള്ള ഈ ഉരുപ്പടി നടത്തിയ ഏറ്റവും പുതിയ ശ്രമമാണിതെന്നുള്ളത് വളരെ വ്യക്തമല്ലേ? അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വേറെ ചില കാര്യങ്ങളും കൂടി ആളുകൾ കൂട്ടി വായിച്ചു. കാരണം എന്താ, ഈ അടുത്ത കാലത്ത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്തോനേഷ്യയിലേക്ക് പോയപ്പോൾ ഈ ഗണേഷ് കുമാറിനെയും കൂടെ കൊണ്ടുപോയിരുന്നു. അയാൾ സിംഗപ്പൂരിൽ എവിടെയൊക്കെ പോയിട്ട് യാത്രയൊക്കെ ചുരുക്കി വരേണ്ടി വന്നല്ലോ. അന്ന് ഇന്തോനേഷ്യയിലേക്ക് പോയപ്പോൾ കൂടെ ഗണേഷ് കുമാർ ഉണ്ടായിരുന്നു. അന്ന് ഇന്തോനേഷ്യയിലേക്ക് പോകുമ്പോൾ ഈ NG ബിജു മരിച്ചിട്ടില്ല. NG ബിജു അവിടെ ഈ പറഞ്ഞതുപോലെ ജക്കാർത്തയിലെ NG ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ ഉടമയായിട്ട് അവിടെ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായും ആ പോക്കിന് പുറകിൽ KB ഗണേഷ് കുമാറിനും ഒപ്പം പോയ പിണറായി വിജയനും എന്തെങ്കിലും കച്ചവട താല്പര്യങ്ങളുണ്ടോ എന്നുള്ള സംശയങ്ങളും ആരോപണങ്ങളും ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട്. അതൊരു ആരോപണങ്ങളാണെങ്കിൽ അതൊരു വസ്തുതയാണല്ലോ. കാരണം ഗണേഷ് കുമാർ കൂടെ പോയി, പിണറായി വിജയനും ഒപ്പം പോയി. ഈ NG ബിജു എന്ന് ജീവിച്ചിരിപ്പുണ്ട്. അയാൾ ജക്കാർത്തയിലെ NG ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ ചെയർമാനാണ്. അയാളൊരു ശതകോടീശ്വരനാണ്. അയാളുടെ മൃതദേഹം ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഇല്ലാതിരുന്ന മകളും മരുമകനും സഞ്ചയനത്തിൻ്റെ സമയത്തുണ്ടാവുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും നമ്മൾ, എത്ര ഭീകരമാണ് അവസ്ഥയെന്ന്. അതാണ് ഞാൻ പറഞ്ഞത്, കമന്ന് വീണാൽ കാൽപ്പണം, മാലിന്യത്തിൽ പണം കിടന്നാലും നക്കിയെടുക്കുന്ന ഒരു 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 രീതിയല്ലേ ഈ ജീർണിച്ച ഈ മാലിന്യത്തിന്, ഈ ഉരുപ്പടിക്ക്. അങ്ങനെയുള്ള ഈ ഉരുപ്പടി കേരളത്തിൽ ഒരു ഇടതുപക്ഷ മന്ത്രിസഭയിൽ മന്ത്രിയായിരിക്കുന്നു എന്നുകൂടി പറയുമ്പോൾ കൂടുതൽ എന്തു പറയാനാണ് ഞാൻ ഈ പിണറായി മന്ത്രിസഭയെക്കുറിച്ച്, കൂടുതൽ എന്ത് പറയാനാണ് ഈ പിണറായി മന്ത്രിസഭയെക്കുറിച്ച് എന്നുള്ള ഒരൊറ്റ ചോദ്യം മാത്രം നിങ്ങളോട് ചോദിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ.